വിശുദ്ധ എഡ്മണ്ട് രാജാവ് 802 എഗ്ബർട്ട് രാജാവിൻ്റെ കാലം മുതൽ വെസ്റ്റ് സാക്സൺസ് ആയിരുന്നു മുഴുവൻ ഇംഗ്ലണ്ടിൻ്റെയും പരമാധികാരികൾ. എന്നിരുന്നാലും ചില ഭാഗങ്ങളിൽ ചില രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു. കിഴക്കൻ ഭാഗത്തെ ഒരു രാജാവായിരുന്നു ഒഫ. തൻ്റെ കിരീടവും രാജകീയ അധികാരവും ഉപേക്ഷിച്ച് ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞ് ആത്മീയ ജീവിതം നയിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിൻ പ്രകാരം അദ്ദേഹം തൻ്റെ പദവിയും അധികാരവും പഴയ ഇംഗ്ലീഷ് സാക്സൺ രാജാക്കന്മാരുടെ പിന്തലമുറയിൽപ്പെട്ടവനും നന്മയിൽ വളരുകയും ചെയ്ത വിശുദ്ധ എഡ്മണ്ടിനെ ഏൽപ്പിച്ചു. വിശുദ്ധന് അപ്പോൾ 15 വയസ്സ് മാത്രം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. 855 ക്രിസ്തുമസ് ദിനത്തിൽ യൂർസ് എന്ന് വിളിക്കപ്പെടുന്ന സ്റ്റൗറിലുള്ള ബുറും എന്ന രാജകീയ മാളികയിൽ വെച്ച് എൽമാനിലെ മെത്രാനായ ഹുൺബർട്ടിനാൽ വിശുദ്ധൻ തൻ്റെ പൂർവികരുടെ സിംഹാസനത്തിൽ അവരോധിതനായി. പ്രായത്തിൽ ചെറുപ്പമായിരുന്നാലും അദ്ദേഹം ദൈവഭക്തി, എളിമ, ദീനാനുകമ്പ തുടങ്ങിയ എല്ലാവിധ നന്മകളുടെയും വിളനിലമായിരുന്നു. ഒരു നല്ല രാജകുമാരൻ്റെ ഉദാഹരണമായിരുന്നു വിശുദ്ധൻ. മുഖസ്തുതി പാഠകരുടെയും ഒറ്റുകാരുടെയും പ്രഖ്യാപിത ശത്രുവായിരുന്നു ഇദ്ദേഹം. തൻ്റെ ജനങ്ങളുടെ സമാധാനത്തിലും സന്തോഷത്തിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും. അതിനാൽ പക്ഷപാതരഹിതവും നീതിയുക്തവും മതനിയമങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നതുമായ ഒരു ഭരണത്തിനായി ഉത്സാഹിച്ചു. തൻ്റെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ പിതാവും വിധവകളുടെയും അനാഥരുടെയും സംരക്ഷകനും ദുർബലരുടെ സഹായവും ആയിരുന്നു എഡ്മണ്ട് രാജാവ്. മതവും ദൈവഭക്തിയും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ എടുത്തു പറയാവുന്ന സവിശേഷതകൾ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് സന്യാസിമാർക്കും പുരോഹിതർക്കും പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും ഹൃദ്യസ്ഥമായിരുന്നു. അതിനാൽ യാത്രാവേളകളിലും മറ്റവസരങ്ങളിലും പുസ്തകത്തിൻ്റെ സഹായം കൂടാതെ സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നതിന് അവർക്ക് കഴിഞ്ഞിരുന്നു. പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും സ്വയം ഹൃദ്യസ്ഥമാക്കുന്നതിനായി അദ്ദേഹം നോർഫോക്ക് എന്നറിയപ്പെടുന്ന ഗ്രാമത്തിൽ താൻ പണി കഴിപ്പിച്ച രാജകീയ ഗോപുരത്തിൽ ഏതാണ്ട് 1 വർഷക്കാലം പദവിയിൽ നിന്നും അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് ജീവിച്ചു. ഡെൻമാർക്കുകാരുടെ ആക്രമണം വരെ ഏതാണ്ട് 15 വർഷക്കാലം ഈ വിശുദ്ധൻ രാജ്യം ഭരിച്ചു. ഡാനിഷ് സംഭവ വിവരണ പുസ്തകപ്രകാരം ഡെൻമാർക്കിലെ രാജാവായ റെഗ്നർ ലോഡ്ബ്രോഗ് താൻ ആക്രമിച്ച അയർലൻഡിൽ തടവിലാക്കപ്പെടുകയും അവിടെ വെച്ച് വധിക്കപ്പെടുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും ജർമ്മനിയിലെ ലെവിസ് ബണയറിലേക്കൊളിച്ചോടിയ ഹറാൾഡ് ക്ലാഗ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീണു. അദ്ദേഹത്തിന് ശേഷം സിവാർഡ് III, എറിക് I, എറിക് II എന്നിവർ ഭരണം നടത്തി. ഇതിൽ എറിക് രണ്ടാമൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലത്ത് വിശുദ്ധ അഞ്ചാരിയൂസിനാൽ മാമോദിസ സ്വീകരിച്ച് വിശ്വാസിയായി. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് റെഗ്നർ ലോഡ്ബ്രോഗിൻ്റെ മക്കൾ നോർവേ കീഴടക്കിയതിനു ശേഷം ഇംഗ്ലണ്ട് ആക്രമിച്ചു. എറിക്, ഒറേബിക്, ഗോഡ്ഫ്രെ, ഹിംഗുവാർ, ഹുബ്ബ, ഉൾഫോ, ബിയോണോ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. സാഹസികരും കടൽ കൊള്ളക്കാരും ഉൾപ്പെടെ വടക്കൻ ഭാഗങ്ങളിൽ നിന്നും സംഘടിപ്പിച്ച വലിയൊരു സൈന്യവും ഇവർക്കുണ്ടായിരുന്നു. ഈ സഹോദരന്മാരിൽ ഏറ്റവും ക്രൂരന്മാരും പിടിച്ചുപറിക്കാരുമായ ഹിംഗുവാർ, ഹൂബ എന്നിവർ ഇംഗ്ലണ്ടിലെത്തുകയും ശൈത്യകാലത്ത് കിഴക്കേ ആംഗ്ലിയയിൽ തമ്പടിക്കുകയും അവിടെ ഒരു ഉടമ്പടിയുണ്ടാക്കുകയും ചെയ്തു. വേനൽക്കാലത്ത് അവർ വടക്കൻ പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ ടീട്ട് നദീമുഖത്ത് എത്തി. പിന്നീട് നോർത്തംബർലാൻഡ്, മെർസിയ എന്നീ സ്ഥലങ്ങൾ കൊള്ളയടിച്ച് വാളിനാലും തീയാലും ചുട്ടുചാമ്പലാക്കിയതിനു ശേഷം ലിങ്കൻഷയർ, നോർത്താംപ്ടൺഷയർ, കേംബ്രിഡ്ജ് ഷയർ എന്നിവിടങ്ങളിലേക്ക് തിരിച്ചു. ക്രിസ്തുമതത്തോടുള്ള വിദ്വേഷത്താൽ കാമം, ക്രൂരത എന്നിവയുടെ പ്രതിരൂപമായ ഇവർ എല്ലാ പള്ളികളും ആശ്രമങ്ങളും നശിപ്പിച്ചു.
കണ്ണിൽ കണ്ട പുരോഹിതരെയും സന്യാസിമാരെയും ക്രൂരമായി വധിച്ചു. പ്രശസ്തമായ കോൾഡിംഗ്ഹാം ആശ്രമത്തിലെ സന്യാസിനികൾ തങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ തങ്ങളുടെ കന്യകാത്വം നശിപ്പിക്കപ്പെടുമോ എന്ന ഭയത്താൽ ആശ്രമാധിപതിയായ വിശുദ്ധ എബ്ബായുടെ നേതൃത്വത്തിൽ തങ്ങളുടെ മൂക്കും മേൽചുണ്ടും മുറിച്ചു കളഞ്ഞു. ഈ രൂപത്തിൽ തങ്ങളെ കണ്ടാൽ അവർക്ക് വെറുപ്പ് തോന്നുകയും അതുവഴി തങ്ങളുടെ വിശുദ്ധി സംരക്ഷിക്കാം എന്നായിരുന്നു അവർ കണക്കുകൂട്ടിയത്. അവരുടെ ചാരിത്രം കളങ്കപ്പെട്ടില്ലെങ്കിലും ആ ക്രൂരന്മാർ അവരെല്ലാവരെയും വാളിനിരയാക്കി. ബാർഡിനി, റോയാൻഡ്, പീറ്റർബറോ, എലി, ഹർഡിങ്ടൺ എന്നിവിടങ്ങളിലെ ആശ്രമങ്ങൾ നിലംപരിശാക്കി. അവിടുത്തെ അന്തേവാസികളെ ക്രൂരമായി കശാപ്പ് ചെയ്തു. പീറ്റർബറോയിലെ പള്ളിയുടെ അവശിഷ്ടങ്ങൾ മോങ്ക് സ്റ്റോൺ എന്ന പേരോടുകൂടി ഒരു സ്മാരകം എന്ന നിലയിൽ സംരക്ഷിച്ചു വരുന്നു. ഒരു ആശ്രമാധിപൻ്റെയും കുറേ സന്യാസിയുടെയും പ്രതിമകൾ ഇവിടെ കാണാൻ കഴിയും. 870 ഹുങ്കുവാർ, ഹുബ്ബ എന്നിവരാൽ കൊല ചെയ്യപ്പെട്ട അവിടുത്തെ സന്യാസിമാരെ അടക്കം ചെയ്തിട്ടുള്ള കുഴിക്ക് മുകളിലാണ് ഈ പ്രതിമകൾ ഉള്ളത്. ചോരയുടെ മണമുള്ള ഈ കാടന്മാർ വിശുദ്ധ എഡ്മണ്ടിൻ്റെ പ്രദേശങ്ങളിലുമെത്തി. ആദ്യം കണ്ട പട്ടണമായ തെറ്റ്ഫോർഡിന് തീയിട്ട ശേഷം തങ്ങളുടെ കണ്ണിൽ കണ്ടതെല്ലാം അവർ ചവറുകൂനയാക്കി. ഉടമ്പടിയിൽ വിശ്വാസമുണ്ടായിരുന്ന അവിടുത്തെ ജനങ്ങൾ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതിയതിനാൽ തയ്യാറെടുപ്പൊന്നും നടത്തിയിട്ടില്ലായിരുന്നു. എങ്കിലും വിശുദ്ധ എഡ്മണ്ട് കുറേ സൈനികരെ സംഘടിപ്പിച്ച് തെറ്റ്ഫോർഡിന് സമീപത്ത് വെച്ച് ഈ ക്രൂരന്മാരുടെ സൈന്യത്തിലെ ഒരു വിഭാഗവുമായി ഏറ്റുമുട്ടുകയും അവരെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. എന്നാൽ എണ്ണമറ്റ ശത്രു സൈന്യത്തോട് ഏറ്റുമുട്ടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ തൻ്റെ സൈനികരുടെ ജീവൻ രക്ഷിക്കുന്നതിനും ശത്രു സൈനികരുടെ ആത്മാക്കളെ ആത്യന്തികമായ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുമായി തൻ്റെ സൈന്യത്തെ പിരിച്ചുവിടുകയും തൻ്റെ അധികാരം ഉപേക്ഷിച്ച് സുഫോക്കിലെ ഫ്രാംലിംഗ്ഹാം കോട്ടയിൽ താമസിക്കുകയും ചെയ്തു. നരാധന്മാരായ ശത്രുക്കൾ വിശുദ്ധന് പല പ്രലോഭനങ്ങളും നൽകി. എന്നാൽ അവയെല്ലാം തൻ്റെ മതവിശ്വാസത്തിനും തൻ്റെ ജനതയോടുമുള്ള നീതിക്കും എതിരാണെന്ന കാരണത്താൽ വിശുദ്ധൻ നിരസിച്ചു. തൻ്റെ മതത്തിനും മനസാക്ഷിക്കും എതിരായി ജീവിക്കുന്നതിലും ഭേദം വിശ്വാസത്തിനു വേണ്ടി മരിക്കുവാനായിരുന്നു വിശുദ്ധൻ ഇഷ്ടപ്പെട്ടിരുന്നത്. വിശുദ്ധൻ വേവനിയിൽ കുറച്ചുകാലം ഒളിവിൽ കഴിഞ്ഞിരുന്നുവെങ്കിലും ഒക്സൺ എന്ന സ്ഥലത്ത് വെച്ച് ശത്രുക്കൾ അദ്ദേഹത്തെ വളഞ്ഞു. കനത്ത ചങ്ങലയാൽ അവർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി അവരുടെ ജനറലിൻ്റെ കൂടാരത്തിലെത്തിച്ചു. അവിടെ വെച്ചും അവർ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചുവെങ്കിലും വിശുദ്ധനായ ഈ രാജാവ് തൻ്റെ മതം തനിക്ക് ജീവനേക്കാൾ വലുതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതെല്ലാം നിരസിച്ചു. ഇതിൽ പ്രകോപിതനായ ഹിങ്കുവാർ അദ്ദേഹത്തെ ഒരു കുറുവടി കൊണ്ട് മർദ്ദിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ ഒരു മരത്തിൽ ബന്ധനസ്ഥനാക്കി ചാട്ടുകൊണ്ടടിച്ച് മേലാകെ മുറിവേൽപ്പിച്ചു. വളരെയേറെ ക്ഷമാപൂർവം വിശുദ്ധൻ ഇതെല്ലാം സഹിച്ചു. ഈ പീഡനങ്ങൾക്കൊന്നും തന്നെ ക്രിസ്തുവിൻ്റെ നാമം വിളിക്കുന്നതിൽ നിന്നും വിശുദ്ധനെ പിന്തിരിപ്പിച്ചില്ല. ഇത് ശത്രുക്കളെ കൂടുതൽ പ്രകോപിതരാക്കുകയും അവർ ആ മരത്തെ വളഞ്ഞു നിന്നുകൊണ്ട് വിശുദ്ധൻ്റെ ശരീരത്തിൻ്റെ ഒരിഞ്ച് പോലും പുറത്തു കാണാത്ത രീതിയിൽ ഒരു മുള്ളൻ പന്നി എന്ന കണക്കെ അസ്ത്രം കൊണ്ട് നിറച്ചു. വളരെ നേരത്തിന് ശേഷം ഹിങ്കുവാർ ഈ ക്രൂരത നിർത്തുകയും വിശുദ്ധൻ്റെ തല വെട്ടിമാറ്റുവാൻ ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ 870 നവംബർ 20 തൻ്റെ 29ാമത്തെ വയസ്സിൽ തൻ്റെ ഭരണത്തിൻ്റെ 15ാം വർഷം വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചു. വിശുദ്ധൻ്റെ ആയുധവാഹകൻ്റെയും ഒരു ദൃക്സാക്ഷിയുടെയും വിവരണത്തിൽ നിന്നും വിശുദ്ധ ദുൻസ്റ്റാൻ ഇക്കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു. ഇപ്പോൾ ഹോക്സൺ അല്ലെങ്കിൽ ഹോക്സനെ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം മുൻപ് ഹെൻഗ്ലഡ്സുൻ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. പിൻകാലത്ത് അവിടെ ഒരു സന്യാസി മഠം പണിയുകയും അതിന് വിശുദ്ധ എഡ്മണ്ടിൻ്റെ പേർ നൽകുകയും ചെയ്തു. വിശുദ്ധൻ്റെ ശിരസ് ഒരു മരക്കമ്പിൽ കുത്തി ശത്രുക്കൾ കൊണ്ടുപോയെങ്കിലും പിന്നീട് ഒരു കുറ്റിക്കാട്ടിൽ എറിഞ്ഞുകളഞ്ഞു. പക്ഷേ ഇത് ഒരു പ്രകാശ സ്തൂപത്തിന് നടുവിൽ അത്ഭുതകരമായ രീതിയിൽ കണ്ടെത്തുകയും ഹോസോണിലുള്ള വിശുദ്ധൻ്റെ മറ്റ് ശരീരഭാഗങ്ങൾക്കൊപ്പം ചേർക്കുകയും ചെയ്തു. ഈ വിശുദ്ധ ഭൗതികാവശിഷ്ടങ്ങൾ ഉടൻ തന്നെ കിങ്സ്റ്റൺ അല്ലെങ്കിൽ ബെഡ്റിക്സ്വർത്ത് എന്ന സ്ഥലത്തേക്ക് മാറ്റി.
അന്നു മുതൽ ആ സ്ഥലം എഡ്മണ്ട്സ്ബറി എന്ന പേരിൽ അറിയപ്പെട്ടു. കാരണം ഈ സ്ഥലം വിശുദ്ധ എഡ്മണ്ടിന് പൈതൃക സ്വത്തായി കിട്ടിയ സ്വന്തം പട്ടണമായിരുന്നു. അല്ലാതെ അവിടെ അദ്ദേഹത്തെ അടക്കം ചെയ്തു എന്ന കാരണത്താൽ അല്ലായിരുന്നു. ഇംഗ്ലീഷ് സാക്സൺ ഭാഷയിൽ ബറി എന്ന് പറഞ്ഞാൽ കൊട്ടാരം അല്ലെങ്കിൽ രാജധാനി എന്നാണ് അർത്ഥം. അദ്ദേഹത്തെ അടക്കം ചെയ്തെടുത്ത് അക്കാലത്തെ രീതി അനുസരിച്ച് മരം കൊണ്ടുള്ള ഒരു പള്ളി പണിതു. ഒരു വലിയ മരത്തിൻ്റെ കൊമ്പുകൾ ഒരേ പൊക്കത്തിൽ മുറിക്കുകയും അടുപ്പിച്ച് തറയിൽ കുഴിച്ചിടുകയും ഇടയ്ക്കുള്ള ഭാഗം മണ്ണും കുമ്മായവും കൊണ്ട് നിറയ്ക്കുകയും ഭിത്തികൾ നിർമ്മിക്കുകയും ഇതിനു മുകളിലായി ഒരു മേഞ്ഞ മേൽക്കൂര ഉറപ്പിക്കുകയും ചെയ്തു. വളരെ മനോഹരമായിരുന്നു ഈ നിർമ്മിതി. അതിനാൽ തന്നെ ഏറ്റവും ശക്തന്മാരായ പാശ്ചാത്യ സാക്സൺ രാജാക്കന്മാരുടെ നിർമ്മിതിയായ ഗ്ലാൻസ്റ്റൻബറിയിലുള്ള രാജകീയ ആശ്രമത്തിൻ്റെ നിർമ്മാണവും ഈ രീതിയുടെ അടിസ്ഥാനത്തിലാണ്. പിൽക്കാലത്ത് ഇത് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചു. വിശുദ്ധൻ്റെ അമൂല്യമായ ഭൗതിക അവശിഷ്ടങ്ങൾ പല അത്ഭുതങ്ങൾക്കും കാരണമായിട്ടുണ്ട്. 920 എഥേൽറെഡ് രാജാവിൻ്റെ ഭരണകാലത്ത് ടർക്കിൽ ദി ടെയിനിൻ്റെ നേതൃത്വത്തിലുള്ള കിരാതന്മാരുടെ ആക്രമണത്തെ ഭയന്ന് ഈ വിശുദ്ധ ഭൗതികാവശിഷ്ടങ്ങളുടെ സൂക്ഷിപ്പുകാരും ഇത് ഒരിക്കലും ഉപേക്ഷിക്കാത്തവരുമായ എഗൽവിൻ അല്ലെങ്കിൽ ഐൽവിൻ എന്ന സന്യാസിയും ലണ്ടനിലെ മെത്രാനുമായ അൽഫോണും ചേർന്ന് ഇവ ലണ്ടനിലേക്ക് മാറ്റി. 3 വർഷത്തോളം വിശുദ്ധ ഗ്രിഗറിയുടെ പള്ളിയിൽ സൂക്ഷിച്ചതിന് ശേഷം 923 വീണ്ടും എഡ്മണ്ട്സ്ബറിയിലേക്ക് മാറ്റി. മരം കൊണ്ടുണ്ടാക്കിയ ആ പഴയ പള്ളി അവിടെ ഉണ്ടായിരുന്നു. കനൂട്ടസ് രാജാവ് തൻ്റെ പിതാവായ സ്വീൻ ഈ സ്ഥലത്തിനും ഭൗതിക അവശിഷ്ടങ്ങൾക്കും വരുത്തിയ കേടുപാടുകൾക്ക് പ്രായശ്ചിത്തം എന്ന നിലയിൽ 1020 ഈ രക്തസാക്ഷിയായ വിശുദ്ധൻ്റെ ആദരണാർത്ഥം അവിടെ ഒരു മനോഹരമായ പള്ളിയും ആശ്രമവും പണികഴിപ്പിച്ചു. ഈ വിശുദ്ധൻ്റെ സമാനതകളില്ലാത്ത ദൈവഭക്തിയും എളിമയും സഹനശക്തിയും മറ്റ് നന്മകളും നമ്മുടെ ചരിത്രകാരന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിൻകാല ഇംഗ്ലീഷ് രാജാക്കന്മാർ ഈ വിശുദ്ധനെ പ്രത്യേക മധ്യസ്ഥനും ഒരു രാജാവിന് വേണ്ട എല്ലാ നന്മകളുടെ ഒരു മാതൃകയുമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. ഹെൻറി ആറാമൻ മതപഠനം തൻ്റെ ജീവിതകാലം മുഴുവൻ തുടരുകയും വിശുദ്ധ എഡ്മണ്ട്സ്ബറിയിലെ ആശ്രമത്തിൽ അദ്ദേഹം നടത്തിയ ധ്യാനങ്ങൾ വഴി മറ്റെങ്ങും ലഭിക്കാത്തത്ര ആനന്ദവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്തു. 1222 ഈ വിശുദ്ധൻ്റെ നാമഹേതു തിരുനാൾ ഓക്സ്ഫോർഡ് നാഷണൽ കൗൺസിൽ രാജ്യത്തെ അവധി ദിവസങ്ങളിൽ ഉൾപ്പെടുത്തിയെങ്കിലും 1362 മെത്രാനായ സിമോൺ ഇസ്ലെപ്പിൻ്റെ വെട്ടിക്കുറയ്ക്കലിൽ ഈ ദിനം അവധി ദിന പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു.